മോർണിംഗ് ആക്ടിവിറ്റി കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദില ശരിക്കും അനിമോളെ കൺസിഡർ ചെയ്യുന്ന ഒരു വേ ഉണ്ട്. അതിനേക്കാൾ നൂറ കൺസിഡർ ചെയ്യുന്നത് ഭയങ്കര ചീപ്പായിട്ടാണ്. ശരിക്കും നമുക്കറിയാം ഈ പറയുന്ന ആദില, നൂറ, അനിമോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത്ര ട്രൂ ഫ്രണ്ട്ഷിപ്പോ സംഭവമോ ഒന്നും അല്ല. പകരം ആദിലയ്ക്കും നൂറിക്കും ഇവരുടെ കൂടെ തന്നെ നിൽക്കണം, എന്നാലേ ആ ഒരു സപ്പോർട്ട് കിട്ടത്തുള്ളൂ എന്നൊക്കെ അറിയാം. പിന്നെ അത് മാത്രമല്ല, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു സോൺ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എന്തും പറയാം. ഇതിനൊക്കെ ഇപ്പം അനിമോൾക്ക് ഒരു വലിയ ആവശ്യം വന്നപ്പോഴത്തേക്ക് പിണങ്ങി ഇരുന്നപ്പോഴും ആദിലടുത്ത് പോയി സംസാരിച്ചു. അതെനിക്കൊരു കംഫർട്ട് സോൺ. എന്തായാലും ഈ പറയുന്ന 100 ദിവസം കുറച്ച് പേര്, അതും സ്ട്രെയിൻസ് ആയിട്ട് കുറച്ച് പേര് വരുമ്പോൾ അവരുടെ ഇടയിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയാൻ അവർ വിശ്വസിച്ച് പറയുന്നു എന്നവർ വിചാരിക്കുന്നുണ്ടെങ്കിലും അത് അങ്ങനെയല്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പൊ അത്തരത്തില് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കരച്ചിൽ റാണി എന്ന അനിമോളെ പറഞ്ഞപ്പോഴത്തേക്കും നൂറ അനിമോൾക്ക് അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുത്തപ്പോൾ തന്നെ അത് അനിമോൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒരു കാരണവശാലും ഒരിക്കൽ പോലും ആദില ഇതുപോലെ പബ്ലിക്കായിട്ട് അനിമോളോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷെ നൂറ ഓൾവേസ്, അതായത് അനീഷിന്റെ വിഷയത്തിലാണെങ്കിലും അനീഷ് വന്നിട്ട് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്ത് പോയപ്പോൾ നൂറ വന്നിട്ട് വീണ്ടും പറയാ, നീ വീണ്ടും ചുമ്മാ അങ്ങനെ പോവണ്ട, നീയാണിപ്പോ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നൂറ ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, അനിമോള് വേണ്ടാതെ കുറെ ടെൻഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പം ചിലപ്പോൾ അനിമോൾക്ക് ആ ടെൻഷൻ കാണുമായിരിക്കും, പക്ഷെ അനാവശ്യമായിട്ട് അയ്യോ ഇനിയിപ്പോ നമുക്ക് ചേട്ടനെ ഒന്ന് ക്ലോസ് വാച്ച് ചെയ്യാമേ എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ഓൾറെഡി അവിടെ കഴിഞ്ഞു. അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്. വളരെയധികം പക്വതയോടെയാണ് അത് അനീഷ് പറയുന്നതെന്ന് ചിന്തിക്കാൻ പറ്റും. അതുപോലെ ഷേക്ക് ഹാൻഡ് കൊടുത്തതോടെ പിരിഞ്ഞു. അതിനുശേഷം അനീഷ് എന്ത് ചെയ്താൽ എന്താണ്? പക്ഷെ അനിമോള് വീണ്ടും അനീഷിന് പിന്നാലെ, അയ്യോ അനീഷ് വിഷമിച്ചിരിക്കുകയാണോ, അനീഷിനെ ഒന്ന് ക്ലോസ് വാച്ച് ചെയ്യണേ, അതിനൊന്നും കാര്യമില്ല. അത് നൂറ ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നൂറ ഓൾവേസ് പറയുന്ന ഒരു കാര്യമുണ്ട്, അനിമോൾ ഒരു തെറ്റും സമ്മതിക്കില്ല എന്ന്. അങ്ങനെ തെറ്റ് സമ്മതിക്കാത്ത ഈ പറയുന്ന അനിമോളെ നൂറയ്ക്കൊട്ടും ഇഷ്ടവും അല്ല. ഒരു ഫ്രണ്ടായിട്ട് പോലും നൂറ സത്യത്തിൽ കാണുന്നില്ല. പിന്നെ വേറെ ആരെയും കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് മാത്രം, അതായത് ഇവിടെ നൂറയ്ക്ക് അനിമോളെ മാത്രമേ പറയാനുള്ളൂ, അനിമോളെ അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് അനിമോൾക്ക് ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ കരുതിയിട്ടാണ് പലപ്പോഴും ഇന്നലെ ലാലേട്ടന്റെ ആ ഒരു സീനിൽ പോലും നൂറ അനിമോളെയൊക്കെ പറയുന്നത്. പക്ഷെ ആദില അങ്ങനെയല്ല. ആദില കുറച്ചും കൂടെ ജെനുവിനാണ് ഈ ഒരു കാര്യത്തിൽ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ജെനുവിൻ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദില ഈ ഷാനവാസിനെ എടുത്ത് പറയുന്ന ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ അത് അനിമോളുടെ കേസിനെ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് അനിമോളും അനീഷും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻസിന്റെ കാര്യത്തിൽ ഈ പറയുന്ന അനീഷിനെയോ അനിമോളെയോ ഒന്നും ഇങ്ങനെ കളിയാക്കരുത് എന്ന രീതിയിൽ ആദില ഷാനവാസിനോട് പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞത്, അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അവരങ്ങ് ഇറങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞ ഒരു കാര്യം അവിടെ പബ്ലിക്കായിട്ട് ആദില പറഞ്ഞത് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. കാരണം ഷാനവാസിന് അത് കിട്ടണം. ഷാനവാസിനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം പബ്ലിക് ആയിട്ട് പറയുമ്പോഴത്തേക്ക് ഷാനവാസിനെ കൊള്ളും. അങ്ങനെ കൊള്ളാൻ വേണ്ടി തന്നെ പറഞ്ഞു. പക്ഷെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ആദില അത് പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ആദിലയ്ക്ക് തന്നെ അറിയാം ഷാനവാസ് ഇങ്ങനെ മോന്തയൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നല്ലൊരു മോർണിംഗ് ആക്ടിവിറ്റിയാണ്, കൊടുക്കേണ്ടത് കൊടുത്തു. എന്നാൽ അനിമോൾക്ക് ഈ മോർണിംഗ് ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സീരിയസ് കോൺവെർസേഷൻസും വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിലപാടൊന്നും ഇല്ല. കാരണം അനിമോൾക്ക് സംസാരിക്കാൻ ഒരു കഴിവുമില്ല. അനിമോൾ സംസാരിക്കാൻ ഇപ്പൊ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ലാലേട്ടന്റെ മുന്നിലൊക്കെ നന്നായിട്ട് സംസാരിച്ച് പിടിച്ച് നിൽക്കും. പക്ഷെ ഒരു ഡിബേറ്റ് ഒക്കെ വന്ന കുറെ ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊന്നും അനിമോൾക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവൊന്നും ഇല്ല. അനിമോൾക്ക് സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ കരച്ചിൽ വരും. ഒരു എന്താ പറയാ, ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള, ഇമോഷണലി ഒട്ടും മെച്യൂർ അല്ലാത്ത ഒരു ക്യാരക്ടറാണ് അനിമോളുടേത്. അതുകൊണ്ട് തന്നെ അനിമോള് അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്ബർ പറഞ്ഞു കൊടുത്തൊരു ടാഗ് ലൈൻ എങ്ങാണ്ടാണ് ഈ കല്ല് പോലൊരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ ആദിലേക്ക് കൊടുക്കുന്നത്. അപ്പം ശരിക്കും ഇതാണ് അനിമോൾ എന്ന് പറയാം നമുക്ക്. ഒരു ജെനുവിൻ ക്യാരക്ടറാണ്, സത്യസന്ധമായിട്ടാണ് അവിടെ ബിഹേവ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോ ലൈവിൽ വീണ്ടും കുറെ അധികം പ്രശ്നങ്ങളിലേക്കുള്ള ഒരു തുടക്കം നടക്കുന്നുണ്ട്. അപ്പൊ ആ ലൈവ് വിശേഷൻസും അപ്ഡേഷൻസും കൊണ്ടുവരാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. Bye bye.